തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അനധികൃത വഴിയോര കച്ചവടം ഒഴിപ്പിച്ച് നഗരസഭ. ഒഴിപ്പിച്ച കച്ചവടക്കാരെ അമരവിളയിലേക്ക് മാറ്റും. ആശുപത്രി ജംഗ്ഷൻ ആലുമൂട് റോഡിൽ വർഷങ്ങളായി വഴിയോര കച്ചവടം നടത്തി വന്നവരെയാണ് മാറ്റിയത്. നഗരസഭ സജ്ജമാക്കിയ സ്ഥലത്ത് ഇവരെ പുനരധിവസിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ WR ഹീബ പറഞ്ഞു. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ സോളമൻ, ഇപ്പോൾ വഴിയോര കച്ചവടക്കാരെ മാറ്റി അവരെ പുനരധിവസിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണത്? കാര്യങ്ങൾ സമാധാനപരമായി സാധ്യമായോ? സ്മൃതി, ഇത് ഏറെക്കാലമായിട്ടുള്ളൊരു പ്രതിസന്ധിയായിരുന്നു. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി തൊട്ട് ആലുമൂട് വരെയുള്ള ജംഗ്ഷനിൽ ഇരുവശങ്ങളിലും വഴിയോര കച്ചവടക്കാരുണ്ടായിരുന്നു. ഇത് കാരണം രാവിലെയും വൈകുന്നേരവും ഏറ്റവും അധികം ഗതാഗത കുരുക്കും അതിന് പുറമേ തന്നെ ഈ കാൽനട യാത്രക്കാർക്ക് വഴിയാത്രയ്ക്ക് വലിയ തടസ്സവും ഉണ്ടായിരുന്നു. അതിനൊരു പരിഹാരം ഇപ്പോൾ ജില്ലാ കളക്ടറിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നഗരസഭാ അധികൃതരും പോലീസും RDO പൊതുമരാമത്ത് വകുപ്പ് അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് ഇന്ന് ഈ വഴിയോര കച്ചവടക്കാരെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയല്ല, തൊട്ടടുത്തുള്ള അമരവിള ചെക്ക് പോസ്റ്റിന് സമീപം നഗരസഭയുടെ മേൽനോട്ടത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കുമെന്നാണ് ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ WR ഹീബ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പുതിയ സ്ഥലത്ത് ഈ വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടുള്ള വൈദ്യുതിയും അതുപോലെ തന്നെ ശൌചാലയങ്ങൾ അടക്കം ഏർപ്പെടുത്തുമെന്നും നിലവിൽ ഈ കച്ചവടക്കാരെ അറിയിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ 100-ഏറെ വരുന്ന കച്ചവടക്കാർ ഈ പുതിയ സ്ഥലത്തേക്ക് മാറാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. എന്തായാലും ഏറെക്കാലമായിട്ടുള്ളൊരു പ്രതിസന്ധിക്ക് ഒരു ശമനമുണ്ടാവുന്നു. കാരണം നെയ്യാറ്റിൻകര ഗേൾസ് അതുപോലെ തന്നെ ബോയ്സ് സ്കൂളുകളൊക്കെ ഈ നെയ്യാറ്റിൻകര ആശുപത്രിക്ക് തൊട്ടടുത്താണ് ഉണ്ടായിരുന്നത്. സ്കൂൾ വിടുന്ന സമയത്തും രാവിലെയും വലിയ ഗതാഗത തടസ്സമുണ്ടാകുന്നു. വൈകുന്നേരമൊക്കെ വൺ വേ ആയിട്ട് മാത്രമാണ് ഈ പാത ഒരുക്കിയിരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് വരുന്ന പ്രധാന പാത അതുപോലെ തന്നെ കാട്ടാക്കടയ്ക്ക് വരുന്ന പ്രധാന പാത കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പാതയിൽ നിന്നും ഇപ്പോൾ വഴിയോര കച്ചവടക്കാരെ മാറ്റുമ്പോൾ അതിന് വലിയൊരു ആശ്വാസം ലഭിക്കുന്നത് യാത്രക്കാർക്ക് തന്നെയാണെന്ന് തന്നെ പറയേണ്ടി വരും. സ്മൃതി, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.